PSC പെർഫെക്റ്റ് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ള 2 സെറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The interest debited in an NPA account can be booked as an income only on dash. Accrual basis, standard basis, actual basis, none of these. The interest debited in an NPA account can be booked as an income only on, answer ആണ് option C, actual basis. Second one, which are the key factors to reflect the strength and stability of a bank? Options: owned fund, huge amount as deposit, huge amount as working capital, productivity and profitability. Answer ആണ് ഓപ്ഷൻ ഡി, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ആർ ദ കീ ഫാക്ടേഴ്സ് ടു റിഫ്ലക്ട് ദ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ സ്ട്രെങ്തും സ്റ്റെബിലിറ്റിയും റിഫ്ലക്റ്റ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സ് ആണ് പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും. അപ്പം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3. When we say that commercial banks convert illiquid asset to liquid asset, we have in mind options: that they buy security from public and give them cash. B. The central bank brings securities in the open market operations and provide commercial banks with more money. C. Banks provide open loans to business. D. Banks give loan against collaterals. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഇല്ലിക്വിഡ് അസറ്റിനെ ലിക്വിഡ് അസറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പം എന്താ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ആൻസർ ആണ് ഓപ്ഷൻ ഡി, ബാങ്ക് ഗീവ്സ് ലോൺ അഗെയിൻസ്റ്റ് കൊളാറ്ററൽസ്. 4. Which one is the equation for calculating depreciation? Option A, depreciation equals cost of good minus book value of asset the whole divided by number of years of expected life. B, depreciation equals cost of asset minus estimated net residual value the whole divided by number of years of expected life. C, depreciation equals cost of asset minus estimated asset value the whole divided by number of years of expected life. D, none of these. ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിപ്രീസിയേഷൻ ഈക്വൽസ് കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ്. 5th question, incidental cost includes option A, all expenditure from borrowings to repayment except interest. B, interest on capital. C, all investment in fixed asset. D, operating cost and fixed cost. ഇൻസിഡൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റിനകത്ത് ഉൾപ്പെടുന്നതാണ്. ആൻസർ ആണ് ഓപ്ഷൻ എ, ഓൾ എക്സ്പെൻഡിച്ചർ ഫ്രം ബോറോയിങ്സ് ടു റീപേയ്മെൻറ്റ് എക്സെപ്റ്റ് ഇൻട്രസ്റ്റ്. 6th one, we will not measure the success of the cooperative movement by the number of cooperative societies formed, but by the moral conditions of the cooperators. Whose statement is this? Options: ഗാന്ധിജി, നെഹ്റു, A.D. ഗോർവാല, റോബർട്ട് ഓവൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ആൻസർ ആണ് ഓപ്ഷൻ എ, ഗാന്ധിജി. വി വിൽ നോട്ട് മെഷർ ദ സക്സസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബൈ ദ നമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ബട്ട് ബൈ ദ മോറൽ കണ്ടീഷൻസ് ഓഫ് ദ കോപ്പറേറ്റേഴ്സ്. 7th question, in the wake of liberalization, privatization and globalization of Indian economy and with the emphasis on the cooperation of market forces, the cooperatives are finding it difficult to compete with dash. Options: Indian companies, multinational companies, പബ്ലിക് സെക്ടർ, റൂറൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ ഒരു സമയത്ത് കോപ്പറേറ്റീവ്സിന് കോമ്പീറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ആൻസർ ആണ് ഓപ്ഷൻ ബി, മൾട്ടിനാഷണൽ കമ്പനീസ്. 8th one, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ അഡ്വക്കേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ് ഫോർ ദ കോമൺ മാൻ. ഓപ്ഷൻസ്: അൺഫെയർ ഫെയർ, ഫ്രിഞ്ച് ബെനിഫിറ്റ്, ഇൻജസ്റ്റിസ്, ഹൈ പ്രൈസ്, ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. ആൻസർ ആണ് ഓപ്ഷൻ ഡി, ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ അഡ്വക്കേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഫോർ ദ കോമൺ മാൻ. ബൈ മാർജിനൽ കോഎഫിഷ്യൻറ്റ് ഓഫ് ക്രെഡിറ്റ് എക്സ്പാൻഷൻ ഈസ് മീൻഡ്. ഓപ്ഷൻസ്: ദ റെസിപ്രോക്കൽ ഓഫ് ദ ലീഗൽ ക്യാഷ് റിസർവ് റേഷ്യോ, റെസിപ്രോക്കൽ ഓഫ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലീഗൽ ക്യാഷ് റിസർവ് റേഷ്യോ ബട്ട് ലെസ് ദാൻ യൂണിറ്റി, the reciprocal of a quantity which is greater than the legal cash reserve ratio and also greater than unity, the reciprocal of a quantity which is less than the legal cash reserve ratio.
ബൈ മാർജിനൽ കോഎഫിഷ്യൻ്റ് ഓഫ് ക്രെഡിറ്റ് എക്സ്പാൻഷൻ ഈസ് മീൻസ് ആൻസർ ആണ് ഓപ്ഷൻ ബി റെസിപ്രോക്കൽ ഓഫ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലീഗൽ ക്യാഷ് റിസർവ് റേഷ്യോ ബട്ട് ലെസ് ദാൻ യൂണിറ്റി. നെക്സ്റ്റ് one reason why people hold money is that options it has intrinsic value, B it is the most convenient asset for making payment, C it plays a passive role as a medium of exchange, D it is the only asset which is perfectly liquid. ആൻസർ ആണ് ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് ദ ഓൺലി അസറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ്ലി ലിക്വിഡ്. പീപ്പിൾസ് മണി ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ലിക്വിഡ് ആയിട്ടുള്ള ഒരേ ഒരു അസറ്റ് മണിയാണ്. നെക്സ്റ്റ് ബിസൈഡ്സ് എക്കണോമൈസിംഗ് ദ യൂസ് ഓഫ് ക്യാഷ് ദ ക്ലിയറിംഗ് ഹൗസ് സിസ്റ്റം ഓൾസോ മിനിമൈസസ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ ഡാഷ് ആൻഡ് ഡാഷ് ഓഫ് ചെക്ക് ത്രൂ ദ എംപ്ലോയി. ഓപ്ഷൻ എ മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ആൻഡ് കളക്ഷൻ, ബി ഡേറ്റ് ആൻഡ് പ്ലേസ്, സി ലിക്വിഡിറ്റി ആൻഡ് കളക്ഷൻ, ഡി ഡിമാൻഡ് ആൻഡ് കളക്ഷൻ. ആൻസർ ആണ് ഓപ്ഷൻ എ മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ആൻഡ് കളക്ഷൻ. Besides economizing the use of cash, the clearinghouse system also minimizes the risk involved in the maintenance of cash and collection of check through the employee. Next the policy letter 1959 issued by government made certain recommendations about cooperatives. Which one of the following is not a recommendation? Option A, societies should be made multi-purpose one. B, Takavi loans should be channelized through cooperatives. C, societies and panchayat should work complementary to each other. D, hold of officials should not be reduced. ആൻസർ ആണ് ഓപ്ഷൻ എ സൊസൈറ്റീസ് ഷുഡ് ബി മെയ്ഡ് മൾട്ടി-പർപ്പസ് വൺ. അപ്പോൾ ഇതാണ് റെക്കമെൻഡേഷൻസ് അല്ലാത്തത്. ലൊക്കേറ്റ് ദ എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ സാലറി ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻസ്. ആൻസർ ആണ് ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ഇൻകം. ടാക്സ് അടയ്ക്കേണ്ടാത്തതായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം. നെക്സ്റ്റ് വൺ വേർ എ ഡെപ്റ്റർ ഡെലിവേഴ്സ് ടു ദ ക്രെഡിറ്റർ ഓർ ഹിസ് ഏജന്റ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് ഇൻറ്റൻറ്റ് ടു ക്രിയേറ്റ് എ സെക്യൂരിറ്റി ദെയർ ഓൺ ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ മോർട്ട്ഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ, ബി ഇക്വിറ്റബിൾ മോർട്ട്ഗേജ്, സി ഇംഗ്ലീഷ് മോർട്ട്ഗേജ്, ഡി അനോമലസ് മോർട്ട്ഗേജ്. ആൻസർ ആണ് ഓപ്ഷൻ ബി ഇക്വിറ്റബിൾ മോർട്ട്ഗേജ്. മോർട്ട്ഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് ആണ് ഇക്വിറ്റബിൾ മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വെൻ കറണ്ട് റേഷ്യോ ഈസ് 4:1 ആൻഡ് ദ എമൗണ്ട് ഓഫ് കറണ്ട് ലയബിലിറ്റി ഈസ് ₹12,000 വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. കറണ്ട് അസറ്റ് ഈസ് ടു കറണ്ട് ലയബിലിറ്റി, അതാണ് 4:1 എന്ന് തന്നേക്കുന്നത്. അതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. ഇവിടെ 4:1 1ൻ്റെ എമൗണ്ട് ആണ് 12,000 എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ആ 1 × 4 ആണ് 4 വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ 12,000 × 4 ദാറ്റ് ഈസ് ഓപ്ഷൻ സി 48,000. നെക്സ്റ്റ് സെറ്റിലെ ഫസ്റ്റ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് ഡെൽറ്റ് വിത്ത് ഡാഷ്. ഓപ്ഷൻസ് AS4, AS2, AS6, AS10. AS എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് ഡെൽറ്റ് വിത്ത് ആൻസർ ആണ് ഓപ്ഷൻ ബി AS2. അപ്പോൾ ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. AS4 എന്ന് പറയുന്നത് കണ്ടിജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. AS6 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. AS8 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. AS9 എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നീഷൻ. AS10 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ്. ഇയർ ഓഫ് ബ്രസൽസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോൺഫറൻസ്. ഓപ്ഷൻ എ 1920, 1925, 1937, 1923. ആൻസർ ആണ് ഓപ്ഷൻ എ 1920. ബ്രസൽസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോൺഫറൻസിലാണ് അപ്പെക്സ് ബാങ്ക്സ് ഓൾ ഓവർ വേൾഡിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തത്. നെക്സ്റ്റ് ഓഡിറ്റർ മേ ബി ദ ഏജൻറ്റ് ഓഫ് ഷെയർ ഹോൾഡർ ഇൻ വിച്ച് കേസ് റിലേറ്റഡ് ടു. ഓപ്ഷൻ എ കിങ്സ്റ്റൺ കോട്ടൺ മിൽ കമ്പനി, ബി സ്പാക്സ്മാൻ വേഴ്സസ് ഇവാൻ, സി ദ ലണ്ടൻ ആൻഡ് ജനറൽ ബാങ്ക് ലിമിറ്റഡ്, ഡി നൺ ഓഫ് ദിസ്. ആൻസർ ആണ് ഓപ്ഷൻ ബി സ്പാക്മാൻ വേഴ്സസ് ഇവാൻ. അപ്പോൾ കുറച്ച് ഈ കേസുകളുടെ വിധി വന്നതൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ടതൊക്കെ നോക്കി വെച്ചേക്കണം. അപ്പോൾ അടുത്തത് കിങ്സ്റ്റൺ കോട്ടൺ മിൽ കമ്പനി എന്തിൻ്റെയാണെന്ന് നോക്കാം.
ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ അതിനെപ്പറ്റി പറഞ്ഞ കേസാണ് കിങ്സ്റ്റൺ കോട്ടൺ മിൽ കമ്പനി. ദ ലണ്ടൻ ആൻഡ് ജനറൽ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത് ലയബിലിറ്റി ഫോർ മിസ്ഫെൻസസ് ബൈ ഓഡിറ്റർ അതിനെപ്പറ്റി പറഞ്ഞ കേസാണ് ദ ലണ്ടൻ ആൻഡ് ജനറൽ ബാങ്ക് ലിമിറ്റഡ്. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് നബാർഡ്. ഓപ്ഷൻ എ വസന്ത ഷെട്ടി, ബി രാമകൃഷ്ണ അയ്യർ, സി രംഗരാജൻ, ഡി രാമറാവു. ആൻസർ ആണ് ഓപ്ഷൻ ബി രാമകൃഷ്ണ അയ്യർ. ഫസ്റ്റ് ചെയർമാൻ ഓഫ് നബാർഡ് രാമകൃഷ്ണ അയ്യർ. നെക്സ്റ്റ് വൺ, ഹുണ്ടി ഈസ് ടേക്കൺ ഫ്രം വിച്ച് ലാംഗ്വേജ്? ഓപ്ഷൻ എ ലാറ്റിൻ, ബി ഒഡിയ, സി സാൻസ്ക്രിറ്റ്, ഡി സ്പാനിഷ്. ആൻസർ ആണ് ഓപ്ഷൻ സി സാൻസ്ക്രിറ്റ്. ഹുണ്ടി ഈസ് ടേക്കൺ ഫ്രം സാൻസ്ക്രിറ്റ്. Entries are made on the basis of amount becoming due for payment or receipt in which accounting system? Option A mercantile system, B double entry system, C double compartment system, D single entry system. ഇപ്പോൾ എൻട്രീസ് വരുന്നത് എമൗണ്ട് ഡ്യൂ ആവുന്ന ബേസിൽ, പേയ്മെൻറ്റിൻ്റെയോ റെസിപ്റ്റിൻ്റെയോ എമൗണ്ട് ഡ്യൂ ആവുന്ന ബേസിസിലായിരിക്കും. അത് ഏത് അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണ്? ആൻസർ ആണ് ഓപ്ഷൻ എ മെർക്കൻറ്റൈൽ സിസ്റ്റം. Who was the RBI governor at the time of independence? Option A James Taylor, B Benegal Ramarao, C.D. Deshmukh, D. O.A. Smith. ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ RBI ഗവർണർ ആൻസർ ആണ് ഓപ്ഷൻ സി C.D. Deshmukh. നെക്സ്റ്റ് വൺ, എഡ്വേർഡ് എ ഫിലൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ USA, ജർമ്മനി, ഡെൻമാർക്ക്, കാനഡ. ആൻസർ ആണ് ഓപ്ഷൻ എ USA. USA അർബൻ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എഡ്വേർഡ് എ ഫിലൻസ്. വിച്ച് വൺ ഈസ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്? ഓപ്ഷൻ എ വോയിഡ് കോൺട്രാക്ട്, ബി വാലിഡ് കോൺട്രാക്ട്, സി വോയിഡബിൾ കോൺട്രാക്ട്, ഡി അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്, ഇ ഗ്രൂപ്പ് കോൺട്രാക്ട്. ആൻസർ ആണ് ഓപ്ഷൻ ഇ ഗ്രൂപ്പ് കോൺട്രാക്ട്. നെക്സ്റ്റ് വൺ, ദ ബുക്ക് എൻടൈറ്റിൽഡ് ദ സിസ്റ്റം ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ് വാസ് റിട്ടേൺ ബൈ ഡാഷ്. ഓപ്ഷൻസ് ലൂയിസ് ടാർഡി, എഡ്വേർഡ് മാഗ്ലഗാൻ, M.L. ഡാർലിംഗ്, M.S. സ്വാമിനാഥൻ. ആൻസർ ആണ് ഓപ്ഷൻ എ ലൂയിസ് ടാർഡി. ദ സിസ്റ്റം ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ് ബുക്ക് ബൈ ലൂയിസ് ടാർഡി. ദ ടേം ഫിസൽ ഡെഫിസിറ്റ് മീൻസ്. ഓപ്ഷൻസ് ടോട്ടൽ റെസിപ്റ്റ് മൈനസ് എക്സ്പെൻഡിച്ചർ, ടോട്ടൽ റെസിപ്റ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഓൺ എക്സ്റ്റേണൽ ഡെപ്റ്റ്, റവന്യൂ റെസിപ്റ്റ് മൈനസ് എക്സ്പെൻഡിച്ചർ, നൺ ഓഫ് ദിസ്. ആൻസർ ആണ് ഓപ്ഷൻ സി റവന്യൂ റെസിപ്റ്റ് മൈനസ് എക്സ്പെൻഡിച്ചർ. ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് DCB ഇൻ ഇന്ത്യ വാസ് P. സതി ദേവി. ഇൻ വിച്ച് ബാങ്ക്? ഓപ്ഷൻസ് കോട്ടയം DCB, കോഴിക്കോട് DCB, കൊല്ലം DCB, തൃശ്ശൂർ DCB. ആൻസർ ആണ് ഓപ്ഷൻ ബി കോഴിക്കോട് DCB. ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഇന്ത്യയിലെ തന്നെ സതീദേവിയാണ് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ്. കോഴിക്കോട് DCBയിലായിരുന്നു ചാർജ് എടുത്തിരുന്നത്. If the supply and velocity of money remain unchanged, an increase in the physical volume of goods and services produced will cause. Options inflation, an automatic budget deficit, a decline in the general price level, unemployed to rise as percentage of the labor force. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെ ഫിസിക്കൽ വോളിയം ഇൻക്രീസ് ആയി പോവുകയും ഒരുപാട് ഗുഡ്സിൻ്റെ ഫിസിക്കൽ വോളിയം കൂടുകയും അതേപോലെ തന്നെ ആ സമയത്ത് മണിയുടെ സപ്ലൈ ആൻഡ് വെലോസിറ്റി അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തിന് കാരണമാവുന്നു? ആൻസർ ആണ് ഓപ്ഷൻ സി എ ഡിക്ലൈൻ ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഡിക്ലൈൻ ആയി പോകുന്നു. നെക്സ്റ്റ് വൺ, എ വൈറ്റൽ ഫങ്ഷൻ ഓഫ് മണി ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ഫോർ ഡാഷ്. ഓപ്ഷൻസ് ഡിഫറൻസ് ഇൻ കൺസ്യൂമേഴ്സ് ഗുഡ്, മാർജിനൽ യൂട്ടിലിറ്റി, ഡെഫേർഡ് പേയ്മെൻറ്റ്സ്, കൺസ്യൂമേഴ്സ് പ്രിഫറൻസ്. എ വൈറ്റൽ ഫങ്ഷൻ ഓഫ് മണി ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് ഫോർ. ആൻസർ ആണ് ഓപ്ഷൻ സി ഡെഫേർഡ് പേയ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ, ഗ്രോസ് ബുക്ക് വാല്യൂ ഓഫ് എ സെൽഫ് കൺസ്ട്രക്റ്റഡ് ഫിക്സഡ് അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓപ്ഷൻസ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇന്റേണൽ പ്രോഫിറ്റ്, ഫീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, എക്സ്റ്റേണൽ പ്രോഫിറ്റ്. ഗ്രോസ് ബുക്ക് വാല്യൂ ഓഫ് എ സെൽഫ് കൺസ്ട്രക്റ്റഡ് ഫിക്സഡ് അസറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ആൻസർ ആണ് ഓപ്ഷൻ ബി ഇന്റേണൽ പ്രോഫിറ്റ്.